CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സൗധം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിനു സമീപം അത്യാധുനിക സൗകര്യത്തിലാണ് സൗധം നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സഹയാത്രികനും പരിക്കേറ്റു. പാലപ്പുറം NSS കോളേജിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ദേവസ്വം നൽകുന്ന 3ാമത് മാതാന്ത്രി പുരസ്കാരം ചലച്ചിത്ര നടൻ മനോജ് K ജയന് സമർപ്പിച്ചു. 25,000 രൂപയും ഭഗവതിയുടെ ദാരുശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശക്കരുത്തിന്റെ ആരവത്തിൽ ആര്യങ്കാവ് പൂരം ആഘോഷിച്ചു. കത്തിക്കയറിയ വേനൽ ചൂടിലേക്ക് പെയ്തിറങ്ങിയ മഴയ്ക്കും തണുപ്പിക്കാനാവാത്ത ആവേശമായിരുന്നു പൂരത്തിന്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സൗധം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിനു സമീപം അത്യാധുനിക സൗകര്യത്തിലാണ് സൗധം നിർമ്മിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഓഫീസ് ഉദ്ഘാടനം സിന്ദാബാദ്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടിയും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഹാൾ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി സ്വാഗതവും ട്രഷറർ ആലിപ്പു ഹാജി നന്ദിയും പറഞ്ഞു. റഷീദ് മുത്തനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TS സലാം, കൺവീനർ C മുഹമ്മദ് ബഷീർ, നേതാക്കളായ പൊൻപാറ കോയക്കുട്ടി, കല്ലടി അബൂബക്കർ, KKA അസീസ്, MS നാസർ, MS അലവി, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപം അത്യാധുനിക രീതിയിലാണ് സൗധം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുണ്ട് കെട്ടിടത്തിന്. 200ഓളം പേർക്ക് ഇരിക്കാവുന്ന നവീന സൗകര്യത്തോടെയുള്ള കോൺഫറൻസ് ഹാൾ, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഹാൾ, ലീഡേഴ്സ് റൂം, CH സെന്റർ ഓഫീസ്, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ഓഫീസ്, മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസ്, വിസിറ്റേഴ്സ് റൂം, പോഷക സംഘടനകൾക്കുള്ള ഫയൽ റൂം, ഉപൈദ് ചങ്ങലേരി സ്മാരക ലൈബ്രറി, കാർ പാർക്കിംഗ് സൗകര്യം, 1000-ലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നീ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് ശിഹാബ് തങ്ങൾ സൗധത്തിലുള്ളത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി മലപ്പുറം സ്വർഗധാര അണിയിച്ചൊരുക്കിയ ഇശൽ വിരുന്നും അരങ്ങേറി. CCN മണ്ണ. വഖഫ് ഭേദഗതിയിലൂടെ രാജ്യത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കാനാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി മണ്ണാർക്കാട്ടെ ശിഹാബ് തങ്ങൾ സൗധത്തിലെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവനാനെ കൊണ്ട് കഴിയൂലെന്നും ഇന്ത്യ രാജ്യത്ത് എവിടെയില്ല എന്ന് ഉറപ്പുള്ള ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് ശരിയാകാനാണ് നമുക്കറിയാം. അവരെയും കൊണ്ട് നിൽക്കാനുള്ള ആവതില്ല. ബംഗാളിലാണെന്നുണ്ടെങ്കിൽ അത് എണീറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പിടിച്ചു കൊടുക്കണം എണീക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ എന്ത് ചെയ്യാനാണ്?
പണ്ടാണ് ഈ പാർലമെന്റിൽ കുറെ ആളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത്രയില്ല. നമ്മളില്ലാത്ത പാർലമെന്റ് വരുമെന്നൊക്കെ പറഞ്ഞവർക്ക് ഇപ്പോ നമ്മളെ അത്ര അംഗബലം പോലുമില്ല. വഖഫ് ബില്ല് പാസ്സായി 1 മണിക്കൂർ വൈകുന്നതിന്റെ മുമ്പ് തന്നെ അവർക്ക് ഉദ്ദേശിച്ചു. ഇപ്പൊ പറയാണ് നമ്മുടെ മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് അധികാരം കിട്ടും. ഇതുവരെ അധികാരം എവിടെയായിരുന്നു? അപ്പോ അവിടെ അവര് ചെയ്യുന്നതും അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നതും ഒക്കെ ഒരു നാണയത്തിന്റെ 2 വശമായി മാറുകയാണ്. അവർ ചെയ്യുന്നതും ഇവർ ചെയ്യുന്നതും സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് തനി കാപട്യമാണ്. ആ കാപട്യത്തിന്റെ പേരിലാണ് കേരളത്തിൽ സാമുദായികമായ ചേരിതിരിവ് ഉണ്ടാവുന്നത് എങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വെക്കുകയാണ്. സാമുദായികമായ ചേരിതിരിവ് ഉണ്ടായാൽ അവിടെ ലാഭം, വേറൊരു തരത്തില് ഒരു ചേരിതിരിവ് ഉണ്ടായാൽ ഇവിടെ ലാഭം കിട്ടുമെങ്കിൽ അതിന് ഇവിടെയും പ്രവർത്തിക്കുന്നു. കോടിക്കണക്കിന് മൂല്യമുള്ള സമ്പത്ത് കൈക്കലാക്കുകയും മുസ്ലിം സമുദായത്തെ പ്രതിസന്ധിയിലാക്കുകയുമാണ് ലക്ഷ്യം. വഖഫ് ഭേദഗതിക്കെതിരെ ഏതറ്റം വരെയും പോരാട്ടം നടത്തും. വർഗീയത മതവിരുദ്ധതയാണ്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് പണമുണ്ടാക്കാനും ചിലവഴിക്കാനും അറിയില്ല. എന്നും ചുളുവിൽ ഭരണം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനാവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. വഖഫ് ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. യാതൊരു കൂടിയാലോചനയുമില്ലാതെ പാസാക്കിയ ഭേദഗതി ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയ വിഷയമാണല്ലോ. കേരളത്തിന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിംകൾ ജീവിക്കുന്ന പ്രദേശങ്ങളും തന്നെ വഖഫ് ഭൂമികളും വഖഫ് സ്വത്തുകളും ഓരോ സംസ്ഥാന ഗവൺമെന്റിനും വഖഫ് ബോർഡുകളുമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇതിനെതിരെ കേസെടുക്കാൻ തയ്യാറായിരിക്കും. സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യയിൽ മുസ്ലിം ലീഗും വഖഫ് സംഭവങ്ങളുടെ ഭേദഗതിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുകയാണ്. ഇന്ന് ചേർന്ന ദേശീയ മുസ്ലിം ലീഗിന്റെ പ്രത്യേക മീറ്റിംഗ് ഹാരിസ് ബിനാൻ MP, അഡ്വക്കേറ്റ് ഹാരിസ് ബിനാൻ MP അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഉത്തരവാദപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ MP-മാരൊക്കെ പാർലമെന്റിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടെ തന്നെ പ്രതികരിച്ചു, ശബ്ദം ഉയർത്തി. മറ്റ് ദേശീയ പാർട്ടികളുടെയും കോൺഗ്രസിന്റെ ഒക്കെ മുതിർന്ന നേതാക്കൾ തന്നെ വളരെ നല്ല നിലക്ക് പാർലമെന്റിൽ അവരുടെ സ്പീച്ച് നടത്തി മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രതിപക്ഷ ഐക്യം തന്നെ ഇവിടെ രൂപപ്പെടുത്തുന്നതാണ്. അത് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ സ്വാഭാവികമായും രൂപപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ഒരു രൂപമാണത്. ജനാധിപത്യത്തിന്റെ ഒരു ഭാവമാണ്. പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് സയ്യിദ് ശിഹാബ് തങ്ങൾ സൗധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മതേതര കക്ഷികളും വഖഫ് ഭേദഗതിയെക്കുറിച്ച് ബോധവാന്മാരാണ്. കേന്ദ്രത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കും. ഈ മാസം 16-ന് കോഴിക്കോട് പ്രതിഷേധ റാലി നടത്തും. രാജ്യത്തെ ജനങ്ങളെ ആശയപരമായി വിഭജിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയമായി കൂടുതൽ ഉണർന്നിരിക്കേണ്ട കാലമാണിത്. കേരളം നന്നാകണമെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്നും UDF കൊണ്ട് മാത്രമേ കേരളത്തെ വീണ്ടെടുക്കാൻ കഴിയൂ എന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സഹയാത്രികനും പരിക്കേറ്റു. പാലപ്പുറം NSS കോളേജിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ബൈക്ക് ഓടിച്ചിരുന്ന പാലപ്പുറം കൈപ്പറ്റ വീട്ടിൽ പ്രകാശനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. പ്രകാശനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ബന്ധുവായ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. പാലപ്പുറം NSS കോളേജിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ബൈക്കിൽ പാലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രകാശനും ഉണ്ണികൃഷ്ണനും എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശനെ ആദ്യം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച പുലർച്ചെ മരിച്ചു.
CCN ഒറ്റപ്പാലം. ചെത്തല്ലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. പുറപ്പാടിനു ശേഷം ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ആറാട്ടുകടവിലേക്ക് ആദ്യ ആറാട്ട് എഴുന്നള്ളിപ്പ്, ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായി. പൂരം പുറപ്പാടിനോടനുബന്ധിച്ച് വൈകിട്ട് ഡോക്ടർ DP അനുഷയുടെ നൃത്തനൃത്യങ്ങൾ, ചെത്തല്ലൂർ രാധാമാധവം സംഘത്തിന്റെ തിരുവാതിരക്കളി, പുലാപ്പറ്റ രമേശനും സംഘവും ഒരുക്കുന്ന പഞ്ചവാദ്യം, പ്രസാദൂട്ട എന്നിവയുണ്ടായി. പൂരം പുറപ്പാടിനു ശേഷം പൂരം വരെ നടത്തുന്ന തോൽപ്പാവക്കൂത്ത് കൂത്തുമാടത്തിൽ തുടക്കമായി. കൊടിയേറ്റത്തിനു ശേഷം തായമ്പകയും മുന്നോടിയായി രാവിലെ ഓട്ടൻതുള്ളൽ, നൃത്തശില്പം, തിരുവാതിരക്കളി, പ്രസാദൂട്ട് എന്നിവയുണ്ടാകും. ദേശവേല സംഗമത്തോടെ 9-ന് പൂരം ആഘോഷിക്കും. വിവിധ ദേശങ്ങളിൽ നിന്നായി 18-ലധികം ഗജവീരന്മാർ വേലകളിൽ എത്തിച്ചേരുമെന്ന് പൂരാഘോഷ കമ്മിറ്റി അറിയിച്ചു. CCN ചെത്തല്ലൂർ. തിരുവിതാംകുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ വിവിധ ചടങ്ങുകൾക്കു ശേഷം ത്രിപുരാന്തക ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പുറപ്പാട്, തുടർന്ന് അരിയേറ എന്നിവ നടന്നു. തകിൽ, നാദസ്വരം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ആറാട്ട് പുറപ്പാട്, തുടർന്ന് കാഴ്ചശീവേലി, ത്രിപുരാന്തക ക്ഷേത്ര സന്നിധിയിൽ വിവിധ ദേശവേലകളുടെ സംഗമം എന്നിവ നടന്നു. വിവിധ വേലകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ, പൂതൻ, തിറ, ശിങ്കാരിമേളം, വേഷങ്ങൾ, നൃത്തരൂപങ്ങൾ തുടങ്ങിയവ ഉത്സവപ്രേമികൾക്ക് ഹരം പകർന്നു. വൈകിട്ട് മേളം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഗാനമേള, രാത്രി ശുഖപുരം രഞ്ജിത്ത്, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പക, പുലർച്ചെ 3-ന് താലപ്പൊലി, പുറപ്പാട്, അരിയേറ്, തുടർന്ന് ഇടയ്ക്ക് പ്രദക്ഷിണം, മേളം എന്നിവയും നടന്നു. CCN ചെത്തല്ലൂർ. മദ്യത്തെക്കുറിച്ചുള്ള MSFന്റെ പ്രസ്താവന വെറുതെ വിവാദമാക്കേണ്ടെന്ന് നഗരസഭാ ചെയർമാനും ലീഗ് നേതാവുമായ C. മുഹമ്മദ് ബഷീർ. എടുത്താൽ പൊങ്ങാത്തത് എടുക്കേണ്ടെന്നും മദ്യം നിരോധിച്ചതല്ലെന്നും MSFന് ഡോക്ടർ കമ്മാപ്പയും മറുപടി നൽകി. മദ്യം മണ്ണാർക്കാട് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോയെന്നും MSFനോട് മണ്ണാർക്കാട്ടെ മൂവ് സംഘടനാ ഭാരവാഹികൾ ചോദിച്ചു. അവർക്ക് അതിനെപ്പറ്റി നമ്മളിത് തുടങ്ങിയത് നിരോധിത ലഹരിക്കെതിരെയാണ്. മദ്യം നിരോധിച്ചതാണോ? അല്ല, അതവിടെ ഉണ്ട്. അത് പക്ഷെ അത് നമ്മൾ മണ്ണാർക്കാടുള്ള ഇതുപോലുള്ള ഒരു കൊച്ചു സംഘടന വിചാരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പൊ നമ്മളെന്നെ ഇറങ്ങിയിട്ട് മണ്ണാർക്കാട് ഇത് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം പിന്നെ മാത്രമല്ല, ഇതിന്റെ നമ്മളെ ഈ നിരോധിത ഈ മദ്യം ഇവിടെ നമ്മളിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ മുതലുണ്ട് ഈ സാധനം ഇവിടെ. ഇപ്പൊ ഈ ഒരു 3-4 മാസമായിട്ട് നമ്മൾ കണ്ടിരുന്ന ആ ജാതി അക്രമങ്ങൾ നമ്മൾ കണ്ടിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ പ്രശ്നം രാസലഹരി എന്ന് പറയുന്നത് അത്ര ഭീകരനാണ്. അതിന്റെ അഡിക്ഷൻ പൊട്ടൻഷ്യൽ 100%. അപ്പോ നമ്മൾ അതിനെതിരെയാണ് നിൽക്കുന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്നും എടുത്താൽ പോകുന്ന വിഷയമല്ല. അപ്പൊ നമ്മളത് നടക്കാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതില് ഒരു ഈ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മദ്യമായാലും എന്തായാലും എല്ലാം ലഹരിയാണ്. പക്ഷെ പല കുടുംബങ്ങളുടെയും ഇപ്പൊ ഇന്നലെ വന്നൊരു ഫോൺ കോള് വെള്ളടിച്ച്
അതായിട്ട് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നില്ല. കാരണം ആ ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നശിക്കുന്ന ഏത് ലഹരിക്കെതിരെയും നമ്മൾ പോരാടും. പക്ഷെ കുറച്ചുകൂടെ സൂചിപ്പിച്ച് പറഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ടില്ല. പക്ഷെ ഇതില് ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മൾ പറയലുണ്ട് അവൻ കള്ളുപിടിച്ചിട്ടാണ്, കാരണം അത് അവനെ കണ്ടാലറിയാം. പക്ഷെ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭീകരത. കാരണം ഇയാളിത് ഡ്രഗ് അഡിക്റ്റ് ആണോ, ഇവനെ ആക്രമിക്കോ എന്നറിയില്ല. നേരെ മറിച്ച് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, ഒരു കള്ളുടേന്റെ ഇരുന്ന് എന്ത് ചെയ്യാം, അവർക്ക് മാറിപ്പോവാം. അവനെ അത് കണ്ടാലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷെ ഇവന് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്നുള്ളത് അറിയണില്ല, അവനെ എപ്പോൾ ആക്രമിക്കുമെന്ന് അറിയണില്ല, അവന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയണില്ല. ഈ സിന്തറ്റിക് ലഹരിയുടെ ഏറ്റവും വലിയൊരു അപകടം അതാണ്. അപ്പൊ അതിന് ഇത് പിന്നെ ഈ മദ്യത്തിനെ എതിർക്കുക എന്നുള്ളത് അതിന് വർജനാല് പിന്നെ സംഘടനകൾ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം, കാരണം 70 ബാറുണ്ടായിരുന്ന പിന്നെ ഉമ്മൻചാണ്ടി ഭരിച്ച സമയത്തുണ്ടായിരുന്നത് ഇപ്പോൾ 1200 എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ അത് ഇപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാലൊന്നും ഇപ്പോൾ അത് എണ്ണം കമ്മിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. പക്ഷെ അത്തരം ലഹരി ഉപയോഗിച്ച് മദ്യമായാലും അത് ഉപയോഗിച്ച് നശിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും തീർച്ചയായിട്ടും നമ്മൾ ഇടപെടും. അത് കാരണം അവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണമല്ലോ, ആ കുടുംബത്തിനും, ആ ഉമ്മാക്കും, ആ സഹോദരിമാർക്കും, ആ അനിയന്മാർക്കും ഒക്കെ. പല ഫോണുകൾ വരുമ്പോൾ നമുക്ക് അത് എന്താ വെച്ചെങ്കിൽ ഇവരൊക്കെ ഒരു ആശ്രയമായിട്ട് ഇതിനെ കണ്ടു എന്നുള്ളതാണ് നമുക്ക്. CCN മണ്ണാർക്കാട്. വള്ളുവനാട്ടിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ ചത്തല്ലൂർ പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഏപ്രിൽ 9 ആഘോഷിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16 ദേശവേലകളിലായി 20 ഗജവീരന്മാർ അണിനിരക്കും. ശനിയാഴ്ച രാവിലെ ആറാട്ട്, മേളം, ഓട്ടൻതുള്ളൽ, വൈകിട്ട് നൃത്തപരിപാടികൾ എന്നിവ നടക്കും. രാത്രി 8:30 പൂരത്തിന് കൊടിയേറ്റും. തുടർന്ന് തായമ്പക, മേളം എന്നിവയുണ്ടാകും. ഞായറാഴ്ച രാവിലെ ആറാട്ടിനു ശേഷം ഓട്ടൻതുള്ളൽ, വൈകിട്ട് നാദസ്വരം, ഭക്തി പ്രഭാഷണം, നൃത്തപരിപാടികൾ, ഗാനമേള എന്നിവ നടക്കും. തിങ്കളാഴ്ച ആറാട്ടുമേളം, ഓട്ടൻതുള്ളൽ, വൈകിട്ട് 7 നാദസ്വരം, നൃത്തപരിപാടികൾ, തായമ്പക, നാടൻപാട്ട് എന്നിവയുണ്ടാകും. ചൊവ്വാഴ്ചയാണ് വലിയാറാട്ട്. രാവിലെ ആറാട്ടിനു ശേഷം ഓട്ടൻതുള്ളൽ, പ്രസാദൂട്ട്, വൈകിട്ട് ഡബിൾ നാദസ്വരം, ട്രിപ്പിൾ തായമ്പക, സിംഗിൾ തായമ്പക എന്നിവയും നടക്കും. പൂരം ദിവസമായ ബുധനാഴ്ച രാവിലെ വാദ്യസമേതം ആറാട്ട്, തുടർന്ന് ഓട്ടൻതുള്ളൽ എന്നിവയുണ്ടാകും. വൈകിട്ട് 3:30 മുതൽ ദേശവേല വരവ് തുടങ്ങും. 16 ദേശവേലകളിലായി 20 ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6 പൂരം കൊട്ടിയിറങ്ങും. രാത്രി 8 തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും. കോബ്ര രാജേഷ് നയിക്കുന്ന എന്റർടൈൻമെന്റ് ഷോയും അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് 5 യാത്രാബലിയും തുടർന്ന് പുഴയ്ക്കൽ ആറാട്ടും നടക്കും. കോമഡി ഷോ, പിന്നെ ഒരു നാളേക്കും എത്ര ആളുണ്ടെന്ന് പറഞ്ഞാൽ 20ഓളം അവർക്ക് എന്തെങ്കിലും വേണ്ട രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ കുറച്ച് അടുപ്പിച്ച് എല്ലാ ദിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പുരാവസ്ഥ കമ്മിറ്റിയുടെ ഭാഗത്തും ദേവസ്വത്തിന്റെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ്, വലത്ത്, തുടർന്ന് കൊടിയിറക്കം, 25 കലശം, കുടിവയ്പ്, അത്താഴപൂജ, ശ്രീഭൂത ബലിയോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ശിവൻ വലിയാട്ടിൽ, M ഗോപകുമാർ, MM കൃഷ്ണകുമാർ, P ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ദേവസ്വം നൽകുന്ന 3ാമത് മാതാന്ത്രി പുരസ്കാരം ചലച്ചിത്ര നടൻ മനോജ് കെ ജയന് സമർപ്പിച്ചു. 25,000 രൂപയും ഭഗവതിയുടെ ദാരുശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
രണ്ടാം പൂര ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം ശ്രീശൈലം ഹാളിലെ സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി AK ശശീന്ദ്രനാണ് തിരുമാതാംകുന്നിൽ അമ്മയുടെ ദാരുശില്പ പുരസ്കാരം മനോജ് K ജയന് സമ്മാനിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു കീർത്തിപത്രവും മലബാർ ദേവസ്വം ബോർഡ് അംഗം K സുധാകുമാരി പൊന്നാടയും അണിയിച്ചു. അഭിനയ മേഖലയുടെ തീരത്തിലൂടെ സഞ്ചരിച്ച് ചമയം എന്ന ചിത്രത്തിലെ അഭിനേതാവിനെ അനശ്വരമാക്കിയ അദ്ദേഹത്തിന് 25,000 രൂപയും ഭഗവതിയുടെ ദാരുശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന് ഈ പ്രശംസാപത്രത്തോടൊപ്പം ദ്രവ്യ സമർപ്പണം കൂടി നൽകുകയാണ്. മാതരാതിരി പുരസ്കാര ജേതാവിന് ഈ തിരുമാതാംകുന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാൽ പുരസ്കാര ദ്രവ്യ സമർപ്പണവും നടത്തി. ദീർഘകാലം ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിച്ച CV കേശവനെ ആദരിച്ചു. പ്രശംസാപത്രം നൽകുന്നതിനായി മലബാർ ദേവസ്വം ബോർഡ് ട്രസ്റ്റി രാജരാജൻ അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രശംസാപത്രം നൽകി അദ്ദേഹത്തെ ആശംസിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി പ്രശംസാപത്രം. സാംസ്കാരിക സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാംസ്കാരിക സമ്മേളനത്തെ സമ്പന്നമാക്കുന്നതിന് വേണ്ടിയാണ് പുരസ്കാര സമർപ്പണ പരിപാടികൾ കഴിഞ്ഞ കുറേ വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീത ഗായിക ചിത്രയും സാരാഭായിയും P ജയചന്ദ്രനും നെടുമുടി വേണുവും എല്ലാം ഈ അനുഗ്രഹ പുരസ്കാരം ഏറ്റുവാങ്ങിയവരിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് എന്നത് എത്ര കരുതലോടെയാണ് ഈ പുരസ്കാരത്തിന് ജൂറി അർഹതരായ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ വലിയ ശരിയായ ഒരു ഉത്തരമാണ്. വേണുഗോപാലമാരാരുടെ അഷ്ടപതിയോടെയാണ് സാംസ്കാരിക സമ്മേളനം തുടങ്ങിയത്. TC ബിജു അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജൂറി കൂടിയായ ഡോക്ടർ NP വിജയകൃഷ്ണൻ മനോജ് K ജയന്റെ അഭിനയ സംഗീത ജീവിതം പരിചയപ്പെടുത്തി. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M വേണുഗോപാൽ, ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ AN ശിവപ്രസാദ്, ട്രസ്റ്റി പ്രതിനിധി രാജരാജൻ തമ്പുരാൻ, പഞ്ചായത്ത് അംഗങ്ങളായ P രത്നകുമാരി, B രതീഷ്, NCP ജില്ലാ പ്രസിഡന്റ് NK രാമനാഥൻ, CV കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുമാതാംകുന്നിൽ അമ്മയിൽ നിന്ന് ലഭിച്ച മാതാന്ത്രി പുരസ്കാരം അച്ഛൻ ജയന്റെ ആത്മാവിന് സമർപ്പിക്കുന്നുവെന്ന് മനോജ് K ജയൻ പറഞ്ഞു. എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ ഈ 36 വർഷമായി എന്നെ സ്നേഹിക്കുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തിരുമാതാംകുന്നിലെ ദേവിയുടെ പ്രജകൾ, ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചല്ലോ. ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം സ്വപ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്ന ആളാണ്. പക്ഷേ ചില അമ്പലങ്ങളിലേക്ക് നമുക്കൊരു നിയോഗമുണ്ട്, ഒരു വിളി വരണം, എന്നാലേ നമുക്കിവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് തിരുമാതാംകുന്ന് ദേവിയുടെ ഇന്നത്തെ ഈ വിളിയിൽ എനിക്ക് ഇരട്ടി മധുരമാണ്. കാരണം എനിക്കിവിടെ തൊഴാനും സാധിച്ചു. അമ്മയുടെ അനുഗ്രഹത്താൽ മാന്ധാദ്രി പുരസ്കാരം, മഹനീയ പുരസ്കാരം അത് നേടാൻ സാധിച്ചു. അത് അമ്മ എത്ര കരുണാമയിയാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാനിവിടെ ഒരു തവണ പോലും വന്നിട്ടില്ല. പക്ഷേ അമ്മയുടെ സ്നേഹം, ആ ഒരു എന്താ പറയുന്നത്, അനുഗ്രഹം, അതാണ് നമ്മളെയൊക്കെ ഇത്രയും ഔന്നത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. CCN പെരിന്തൽമണ്ണ. ദേശക്കരുത്തിന്റെ ആരവത്തിൽ ആര്യങ്കാവ് പൂരം ആഘോഷിച്ചു. കത്തിക്കയറിയ വേനൽ ചൂടിലേക്ക് പെയ്തിറങ്ങിയ മഴയ്ക്കും
തണുപ്പിക്കാനാവാത്ത ആവേശമായിരുന്നു പൂരത്തിന്. ഉച്ചയോടെ മുണ്ടായ കൊടിച്ചി കുതിര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ എത്തിയതോടെ പൂരാവേശത്തിന് തിരികൊളുത്തി. പിന്നീട് കുതിരക്കളിക്കെത്തിയ മറ്റു കുതിരക്കോലങ്ങളെ തിരുമുറ്റത്ത് നിന്ന് വണങ്ങി കയറ്റി. തുടർന്ന് പൂരത്തിനെത്തുന്ന കുതിരകൾ അവരവർക്ക് അനുവദിച്ച സമയത്തിനനുസരിച്ച് ദേവിക്ക് മുൻപിൽ ആവേശത്തോടെ കളിച്ചു. കാരക്കാട്, കവളപ്പാറ, മുണ്ടായ, ഷൊർണൂർ, ത്രാങ്ങാലി, ചുടുവാലത്തൂർ, കൂനത്തറ, ചെറുകാട്ടുപുലം, വെള്ളിയാട്, നെടുങ്ങോട്ടൂർ, മാന്നന്നൂർ, പനയൂർ ദേശങ്ങളിൽ നിന്നാണ് കുതിരകളെത്തിയത്. 101 കതിരവെടിക്ക് ശേഷം രാവിലെ പൂതൻ, തിറ, കുമ്മാട്ടിക്കളികൾ എന്നിവയെത്തി ദേവിയെ തൊഴുത് മടങ്ങി. പിന്നീട് പഞ്ചവാദ്യം, തിരുവാഭരണം ചാർത്തൽ എന്നിവയുമുണ്ടായി. തുടർന്ന് മുണ്ടായ കുതിരയെ പടിഞ്ഞാറെ നടയ്ക്ക് മുൻപിലായി പുറത്ത് വരവേറ്റു. ഇതോടെ തിരുമുറ്റത്ത് നിന്ന് കുതിരകളെ തൊഴുകിച്ച് കയറ്റി. എറുപ്പെ ശിവക്ഷേത്ര നടയിൽ കേളി, പഞ്ചവാദ്യം, കവളപ്പാറ, കാരക്കാട് കുതിരകളുടെ അകമ്പടിയോടെ വേല എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായി. 5ഓടെ ചെറുകാട്ടുപുലം, കൂനത്തറ തെക്കുമുറി, കൂനത്തറ വടക്കുമുറി ദേശക്കുതിരകളുടെ എഴുന്നള്ളിപ്പും നടന്നു. 6:30യോടെ ത്രാങ്ങാലി വേലയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. പിന്നീട് താലപ്പൊലിയുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ മുണ്ടായ കുതിരയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. വാണിയംകുളം, കാരക്കാട്, എടക്കോട്, കല്ലിപ്പാടം ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകളുടെ വരവുമുണ്ടായി. 8-ന് കമ്പം കത്തിച്ചു. രാത്രി നാഗസ്വരം, സദനം രാമകൃഷ്ണന്റെയും കല്ലുവഴി പ്രകാശന്റെയും ഇരട്ടത്തായമ്പക, അസുരതാണ്ഡവം, ബാലെ എന്നിവയുമുണ്ടായി. CCN ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സൗധം ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിനു സമീപം അത്യാധുനിക സൗകര്യത്തിലാണ് സൗധം നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സഹയാത്രികനും പരിക്കേറ്റു. പാലപ്പുറം NSS കോളേജിന് സമീപം വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. അങ്ങാടിപ്പുറം തിരുമാധാംകുന്ന് ദേവസ്വം നൽകുന്ന 3ാമത് മാതാന്ത്രി പുരസ്കാരം ചലച്ചിത്ര നടൻ മനോജ് K. ജയന് സമർപ്പിച്ചു. 25,000 രൂപയും ഭഗവതിയുടെ ദാരുശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശക്കരുത്തിന്റെ ആരവത്തിൽ ആര്യങ്കാവ് പൂരം ആഘോഷിച്ചു. കത്തിക്കയറിയ വേനൽ ചൂടിലേക്ക് പെയ്തിറങ്ങിയ മഴയ്ക്കും തണുപ്പിക്കാനാവാത്ത ആവേശമായിരുന്നു പൂരത്തിന്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.